സോണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബിഗ് മോമും മാർക്കോയും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ തർക്കം. മാർക്കോ ആണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനോട് തീർത്തു പറയും, ഒരു കാരണവശാലും ഞാൻ ഇവിടം വിട്ട് പിന്നോട്ട് പോവില്ല. അതിന് ബിഗ് മോം ആണെങ്കിൽ മാർക്കോയോട് പറയും, സത്യത്തിൽ നീ വൈറ്റ് ബിയർഡിന്റെ പൈററ്റ് ടീമിലെ ഒരു മെമ്പർ ആയിരുന്നില്ലേ, നിനക്ക് നല്ല പവർ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള ചോട്ടാ മോട്ടാ പൈററ്റ്സുകളുടെ കൂടെ കൂടി ഫൈറ്റ് ചെയ്യാൻ നിനക്ക് അല്പം പോലും നാണമില്ലേ. അതിനവൻ പറയും, അല്ല, ഇപ്പോഴും ഞാൻ വൈറ്റ് ബിയർഡിന്റെ പൈററ്റ് ടീമിലെ ഒരു മെമ്പർ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം അതെന്താണെങ്കിലും ഞാൻ ചെയ്യും. ബിഗ് മോമിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അവളെ ട്രിഗർ ചെയ്യുന്നതായിട്ട് തോന്നും. അവളാണെങ്കിൽ ഇപ്പൊ മാർക്കോയായിട്ട് ഒരു ഫൈറ്റിന് തയ്യാറാവുകയാണ്. അടുത്ത നിമിഷം മാർക്കോ അവന്റെ ബ്ലൂ പവർ വെച്ച് ഇപ്പൊ ബിഗ് മോമുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവളാണെങ്കിൽ ഷിയൂസിന്റെ ആ ഒരു ഫയർ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ടീമും രണ്ടുപേരുടെ ശക്തികൾ ഉപയോഗിച്ച് പരസ്പരം അങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. മാർക്കോ ആണെങ്കിൽ അവന്റെ ബ്ലൂ പവർ ഉപയോഗിച്ച് ഇപ്പൊ ബിഗ് മോമിന്റെ സൺ പവറിനെ അട്ടിച്ച് തെറിപ്പിക്കും. അതിന്റെ കാറ്റ് പോയി അതൊരു ഭാഗത്തേക്ക് വീഴുകയാണ്. പക്ഷെ ബിഗ് മോം അപ്പോഴും തോറ്റു കൊടുക്കാതെ ഇപ്പൊ അവനെ പിടിച്ചു വലിച്ച് ലോക്ക് ചെയ്യാണ്. അവൾ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ പരസ്പരോട് വിളിച്ചു പറയും, ഇനി ഒന്നും നോക്കാനില്ല, ഇവനെ വെട്ടി വീഴ്ത്ത്, ഇനി ഇവൻ ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. മാർക്കോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബിഗ് മോമിന്റെ കയ്യിൽപ്പെട്ട് അവൻ പിടയ്ക്കുകയാണ്. മാർക്കോയുടെ ബോഡിയിലെ ആ ബ്ലൂ ഫയർ പവർ അതവൻ നല്ല രീതിയിൽ പുറത്തേക്ക് റിലീസ് ചെയ്യും. പക്ഷെ ബിഗ് മോം അവളാണെങ്കിൽ ഹോക്കി പവർ ഉപയോഗിച്ചാണ് അവനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ഫയർ പവർ അത് ബിഗ് മോമിന്റെ കയ്യിൽ ഏശില്ല. മറ്റൊരു ഭാഗത്ത് ഹോംസ് അവനാണെങ്കിൽ എല്ലാവരെയും പേടിച്ച് ആ ആന്റിഡോട്ടുമായിട്ട് ഉഷാറായിട്ട് ഓടിയെത്തും. അടുത്ത നിമിഷം സോറോയും ഡ്രേക്കും അവർ രണ്ടുപേരും അപ്പോമിനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ചം ആഞ്ഞടിക്കും. അപ്പോ ആണെങ്കിൽ നിലവിളിച്ചു പറയും, രണ്ടുപേരും ഒന്നിച്ചാണോ എന്നെ അടിക്കണേ, ഞാനൊരൊറ്റ മനുഷ്യനാണ്, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് അടിക്കാനായിട്ട് പറയും. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും പറ അറ്റാക്ക് ചെയ്യും. ഡ്രേക്ക് ആണെങ്കിൽ അവന്റെ കുറ്റങ്ങൾ ഒന്നൊന്നായി വിളിച്ചു പറഞ്ഞ് അവനെ ആഞ്ഞടിക്കുകയാണ്. ലോങ് ഷോട്ടിലായിട്ട് ക്വീൻ ആണെങ്കിൽ സിനിമ കാണും പോലെ ആ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കും. സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് വെച്ച് അപ്പോമിനെ ആഞ്ഞു വെട്ടി ആന്റിഡോട്ട് തരാനായിട്ട് പറയും. അതേസമയം ഇവിടെ ക്വീൻ ആണെങ്കിൽ സോറോയുടെയും സാഞ്ചിയുടെയും പോസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് അവരാരാണ് തിരിച്ചറിയാണ്. ഓ നോ, ഇവരെ രണ്ടുപേരെയും എന്ത് വില കൊടുത്ത് തകർക്കണം, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് എനിക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു ഭാഗത്ത് അൾട്ടിയും പേജ് വണ്ണും അവർ രണ്ടുപേരും ഇപ്പോഴും നാമിയുടെയും പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ ആൾട്ടിയോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങളെ അറ്റാക്ക് ചെയ്യരുത്. പേജ് വൺ അവൻ നിന്റെ ബ്രദറാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അറിയാതൊരു അബദ്ധം പറ്റി പോയതാണ്, ഇനി ഞങ്ങൾ ചെയ്യില്ല. അതിന് അൾട്ടിപ്പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, എന്റെ ബ്രദറിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച അവരെ ഞാൻ വെറുതെ വിടില്ല. മാത്രമല്ല നിങ്ങളുടെ ക്യാപ്റ്റൻ അവൻ ഫ്യൂച്ചർ കിങ് ഓഫ് ദി പൈററ്റ് ആവുന്നല്ലേ എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞത്, അവനെ കൊണ്ട് ഒരിക്കലും അതാവാൻ കഴിയില്ല. കിങ് ഓഫ് പൈററ്റ് ആവാൻ പോകുന്നത് ഞങ്ങളുടെ ക്യാപ്റ്റൻ കൈഡോ ആണ്. അവളത് പറയേണ്ട താമസം നാമിയും ഉസോപ്പും അവർ സഡൻ ബ്രേക്ക് ഇട്ട് അവൾക്ക് നേരെ തിരിയാണ്. ഒരു കാരണവശാലും ആരും കിങ് ഓഫ് പൈററ്റ് ആവില്ല, ഞങ്ങളുടെ ക്യാപ്റ്റൻ ലൂഫി അവൻ തന്നെയായിരിക്കും അടുത്ത കിങ് ഓഫ് പൈററ്റ്, മറ്റാർക്കും ആ ഒരു അവസരം ലഭിക്കാൻ പോകുന്നില്ല. കുട്ടിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയും, അവസാനമായിട്ട് ഒരു അവസരം ഞാൻ തരാം, കാലിൽ വീണ് മാപ്പ് മറിഞ്ഞ് കൈഡോ ആണ് അടുത്ത പൈററ്റ് കിങ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറിയ പണിഷ്മെന്റ് മാത്രമേ തരൂ. അതിന് ഉസോപ്പ് ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു മണ്ടനാണ്, ലൂഫിയാണ് അടുത്ത പൈററ്റ് കിങ്. അതിന് ആൾട്ടി ആണെങ്കിൽ ഇപ്പൊ അവർക്ക് നേർക്ക് ഓടി അടുക്കും. ആക്ച്വലി നമ്മുടെ ഉസോപ്പ് നാമിയുടെ തൊട്ട് പുറകിൽ നിന്ന് പറയുന്നതായിട്ട് അതെല്ലാം തന്നെ ഡബ് ചെയ്തതാണ്. നാമി ആണെങ്കിൽ കാര്യം വഷളാകുകയാണെന്ന് മനസ്സിലാക്കി ഉസോപ്പിനെ പിടിച്ചു വലിച്ച് മുൻപോട്ടേക്ക് ഓടും. അല്പദൂരം മുൻപോട്ടേക്ക് ഓടിയെത്തുമ്പോൾ ഉസോപ്പ് ആണെങ്കിൽ നാമിയോട് പറയും, നമ്മൾ രണ്ടുപേരും ഇതുപോലെ ഒരുമിച്ച് ഓടിയിട്ട് യാതൊരു കാര്യമില്ല, രണ്ടുപേരും ഇപ്പൊ രണ്ട് ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകണം, അതിനുശേഷം അവളെ റൗണ്ട് ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് പോകും. ഇതാണെങ്കിൽ നമ്മിയുടെ പിന്നാലെ ഓടും, ഉസോപ്പിന്റെ പിന്നാലെ പേജ് വണ്ണ് ഓടും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഒരു സോംബി തോക്കിനെ കടിച്ചു പറിക്കുകയാണ്. അത് കണ്ട ചോപ്പർ ആണെങ്കിൽ ഒരു സ്റ്റിക്ക് എടുത്ത് അവനെ അടിച്ച് താഴെ ഇടും. തോക്കാണെങ്കിൽ ചോപ്പറിനോട് പറയും, ദയവ് ചെയ്ത് എന്റെ അടുത്തേക്ക് വരരുത്, അധികം വൈകാതെ ഞാനും ഒരു സോംബിയായി തീരും. അതിന് അവനാണെങ്കിൽ നിന്റെ ബോഡിയിൽ എല്ല് മാത്രമേ ഉള്ളൂ, മാംസവും തൊലിയൊക്കെ ഉണ്ടെങ്കിലേ അത് നിന്റെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിനക്കൊന്നും സംഭവിക്കില്ല. അവരാണെങ്കിൽ ഇപ്പോ ബ്രൂക്കിന്റെ ബോഡി ടെമ്പറേച്ചർ അതൊക്കെ വെച്ച് കാര്യമായിട്ട് എന്തോ കമ്പാരിസൺ നടത്തും. അതിനുശേഷം ആ ബുള്ളറ്റിലേക്ക് നോക്കി അവൻ ഞെട്ടുകയാണ്. അതേസമയം റോബിൻ ആണെങ്കിൽ വണ്ടർ അടിച്ച് ഇപ്പൊ ചോപ്പറിനോട് അവന്റെ കയ്യിലേക്ക് നോക്കാനായിട്ട് പറയും. അവൻ ഷോക്കായി അവന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കയ്യില് ഒരു വൈറസ് അത് പതിയെ പതിയെ സ്പ്രെഡായി വരികയാണ്. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ അൾട്ടിപ്പെണ്ണ് അവളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്മെല്ല് ചെയ്ത്
നാമിയുടെ ലൊക്കേഷൻ കണ്ടെത്തി അവളെ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഭയങ്കര പേടി. ആണെങ്കിൽ ദൂരത്തൊരു കാട്ടില് അങ്ങനെ പമ്മി ഇരിക്കുകയാണ്. ഇവിടെ ആൾട്ടി പെണ്ണാണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച് അറഞ്ച പുറഞ്ഞ് തല്ലും. എന്തു വിചാരിച്ചു അത്ര പെട്ടെന്ന് വിഡ്ഢികളാക്കി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നിനക്ക് കഴിയുമെന്നോ? മര്യാദയ്ക്ക് ഞാൻ ഇപ്പോൾ ഒരു അവസരം തരാനായിട്ട് പോവാണ്. ഒരേ ഒരു തവണ കൈഡോയാണ് പൈററ്റ് കിങ് ആവുക. ലൂഫി അവൻ ലോക തോൽവിയാണെന്ന് നീ നിന്റെ നാവ് കൊണ്ട് പറയണം. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ജീവനോട് കൂടെ വെറുതെ വിടാം. നാമിയാണെങ്കിൽ അതൊന്നും പറയാതെ അവളോട് സോറി മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ അവളുടെ ക്ഷമ നശിക്കും. നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ. അത് കേട്ട് കൺട്രോൾ പോയ നാമി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഓൾറെഡി നിന്നോട് സോറി പറഞ്ഞു എന്ന് പറഞ്ഞ് അവളുടെ വെപ്പൻ എടുത്ത് ഇപ്പോൾ ഓൾട്ടി പെണ്ണിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അതുകൂടി ആകുമ്പോൾ ഓൾട്ടിക്ക് അവളുടെ ദേഷ്യം അത് ഇരട്ടിയാവും. നാമി അടിച്ച അടിയിൽ അവൾക്ക് പ്രത്യേകിച്ച് പരുക്കുകളൊന്നും തന്നെ പറ്റിയിട്ടില്ല. അവള് ലൂഫിയുടെ തലയിൽ ആഞ്ഞടിച്ചതുപോലെ നാമിയുടെ തലയിൽ ഇടിക്കാനായിട്ട് അങ്ങനെ പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നടുക്കുകയാണ്. നാമിക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. നാമി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവൾ നാമിയുടെ തലയ്ക്ക് ആഞ്ഞെട്ടിപ്പിച്ച് നാമിയുടെ തലയ്ക്ക് നല്ല രീതിയിൽ പരുക്കുപറ്റി ചോര തുളുമ്പി ബോധം കെട്ട് അവൾ താഴെ വീഴും. ഇതിനെ കൊണ്ടാണെങ്കിൽ ആ കാഴ്ച കണ്ട് നോക്കി നിൽക്കാനാവില്ല. അവൻ അവളെ ചീത്ത വിളിച്ച് അവിടേക്ക് ചാടി വീഴുകയാണ്. ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് ഷുരിങ്കൻസ് അവൾക്ക് നേരെ അയക്കുകയാണ്. അവളാണെങ്കിൽ അത് ഈസി ആയിട്ട് കൈകൊണ്ട് തട്ടിത്തെറിപ്പിക്കും. അതിനുശേഷം ഉസോപ്പിന്റെ മൂക്കിടിച്ച് പരത്താനായിട്ട് അവന് നേരെ തിരിയാണ്. ഉസോപ്പ് ആണെങ്കിൽ ഇതിനു മുൻപ് പേജ് 1 കൊടുത്ത അതേ പണി, ആ ഒരു സ്കൾ അറ്റാക്ക് അത് അവൾക്ക് നേരെ പ്രയോഗിക്കും. പക്ഷെ ഉസോപ്പിന്റെ സ്കൾ അറ്റാക്ക് അത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവില്ല. അവളങ്ങനെ വെട്ടി തിരിഞ്ഞു വന്ന് ഉസോപ്പിന്റെ തലയ്ക്കും ആഞ്ഞൊരെട്ടി ചോര തുളുമ്പി അവനും താഴെ വീഴും. ആണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഞാൻ തരുന്ന അവസാനത്തെ അവസരമാണിത്. ഒരിക്കൽ കൂടെ നിങ്ങളത് പറഞ്ഞേ പറ്റൂ. കൈഡോ ആണ് ഫ്യൂച്ചർ പൈററ്റ് കിങ്. അത് നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിട്ടയക്കും. പക്ഷെ നാമി ഒരു സെക്കൻഡ് ലൂഫിയെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. നാമിയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഉസോപ്പ് ആണെങ്കിൽ ഒരു ട്രീ അറ്റാക്ക് അവൾക്ക് നേരെ നടത്തുകയാണ്. ഒരു വലിയ ട്രീ ഡോൾട്ടി പെണ്ണിനെ അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് ആസിഡ് അതങ്ങനെ ഉറ്റി വീഴുകയാണ്. അത് മുഴുവനായിട്ടും അവളുടെ ദേഹത്തേക്ക് വീണ അവൾ കത്തിക്കരിഞ്ഞു പോകും. ആൾട്ടിക്കാണെങ്കിൽ അല്പം ഭയം തോന്നും. ഈ പേജ് 1 വിളിച്ച് കരയാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം പേജ് 1 ആണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് സേഫാക്കി എടുക്കുകയാണ്. അവള് പേജ് 1 ദിനോസറിന്റെ വായ് ഭാഗത്ത് അങ്ങനെ പിടിച്ചു പറ്റിയിരിക്കും. ഉസോപ്പ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യും. അതിൽ നിന്നെല്ലാം പേജ് 1 അവർ രണ്ടുപേരും നിസ്സാരമായിട്ട് രക്ഷപ്പെടുകയാണ്. പേജ് 1 ആണെങ്കിൽ ഇപ്പോൾ ഉസോപ്പിനെ നോക്കി അങ്ങനെ ടെററായി നിൽക്കും. ആ ഗ്യാപ്പിൽ ഇവിടെ ആൾട്ടി പെണ്ണ് ഹോക്കി പവർ എടുത്ത് പാഞ്ഞു വന്ന് ഉസോപ്പിന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ ഇട്ടി. അവൾ ഇത്രയും നേരവും നോർമൽ പവർ വെച്ചാണ് എല്ലാവരുടെയും തലയിൽ ആഞ്ഞടിച്ചത്. പക്ഷെ ഇത്തവണ ഹോക്കി പവർ അതുപയോഗിച്ച് ഇടിച്ചുകൊണ്ട് തന്നെ ഉസോപ്പിന്റെ സ്കള്ള് അത് ചെറുതായിട്ട് അങ്ങനെ ബ്രേക്ക് ആവുകയാണ്. നാമിക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കാനാവില്ല. അവൾ അവളുടെ സ്റ്റിക്ക് എടുത്ത് വീണ്ടും ആൾട്ടി അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ഞൊടിയിടയിൽ ആൾട്ടി ആണെങ്കിൽ വീണ്ടും ഇപ്പൊ നാമിക്ക് നേരെ ടേൺ ചെയ്യാണ്. നിനക്ക് ഞാൻ ഒരവസരം കൂടെ തരാം. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ലൂഫി വേസ്റ്റ് ആണ്, അവനെ കൊണ്ട് ഒരു കാരണവശാലും പൈററ്റ് കിങ് ആവാൻ കഴിയില്ല എന്ന് നീ പറയണം. അത് നാമിയാണെങ്കിൽ ലൂഫി വിഡ്ഢിയാണ്, മണ്ടനാണ്, മന്ദബുദ്ധിയാണ് എന്നൊക്കെ വിളിച്ചു പറയും. പക്ഷെ ഒരിക്കലും അവൻ പൈററ്റ് കിങ് ആവില്ല എന്ന് പറയില്ല. ആൾട്ടി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവളെ പറയാൻ നിർബന്ധിച്ച് നോക്കിയെടുക്കും. ഉസോപ്പ് ആണെങ്കിൽ നാമിയോട് പറയും, ഇവിടെ ഇപ്പൊ ആരുമില്ല, കൽപ്പിച്ച് നിന്റെ ജീവൻ അത് സേവ് ചെയ്യാനെങ്കിലും നീ അത് പറയും. നാമി ആണെങ്കിൽ ഒരു നിമിഷം പഴയ കാര്യങ്ങൾ ആലോചിക്കും. നാമിയെ ലൂഫി കണ്ടുമുട്ടിയതും പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ ക്യാപ്പ് അവൾക്ക് ഗിഫ്റ്റായി കൊടുത്ത് അവളുടെ പ്രോബ്ലം അതവൻ സോൾവ് ചെയ്യുന്ന ഉച്ചത്തിൽ പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ആൾട്ടിപ്പെണ്ണാണെങ്കിൽ ഫുൾ കലിപ്പില് നാമി അങ്ങനെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ അവളെ ചീത്ത വിളിച്ച് എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇത്ര നിമിഷം വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ അവളുടെ ലയണുമായിട്ട് പാഞ്ഞു വന്ന് ആ ലയൺ ഇപ്പോൾ ആൾട്ടിയെ കടിച്ചു പറിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.